എക്സാലോജി കേസിൽ SFIO കുറ്റപത്രത്തിന്റെ പകർപ്പ് ഇഡിക്ക് കൈമാറാം. കോടതി അനുമതി നൽകിയിരിക്കുകയാണ്. ഷബ്ന സിയാദാണ് നമുക്കൊപ്പം ചേരുന്നത്. ഷബ്ന, വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. ഇഡി കഴിഞ്ഞ വർഷം തന്നെ അന്വേഷണം ആരംഭിച്ചെങ്കിലും അന്വേഷണം കാര്യമായി മുന്നോട്ട് കൊണ്ടുപോകാനായിരുന്നില്ല. പക്ഷേ SFIO വീണ തൈക്കണ്ടിയിലിന് ഉൾപ്പെടെ പ്രതി ചേർത്തിട്ടുള്ള SFIO കുറ്റപത്രം ഇഡിക്ക് കൈമാറുന്നതിലൂടെ ഇഡിയുടെ ചോദ്യമുനയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ എത്തുന്ന സാഹചര്യമായിരിക്കുമോ ഉണ്ടായിരിക്കുക? ബിനിൽ, SFIO ഈ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ച ഉടൻ തന്നെ ഇഡി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ പ്രാഥമികമായ നടപടികൾ ആരംഭിച്ചിരുന്നു. എന്നാൽ ഇഡി വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചത് ഈ കുറ്റപത്രത്തിന്റെ പകർപ്പ് ലഭിച്ചതിന് ശേഷമായിരിക്കും അടുത്ത നടപടികളിലേക്ക്, അതായത് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക എന്നതായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് SFIO കുറ്റപത്രം സമർപ്പിച്ച അല്ലെങ്കിൽ ഈ കേസിൽ വിചാരണ നടക്കുന്ന അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഇഡി അപേക്ഷ നൽകിയത്. ഇപ്പോൾ എറണാകുളത്തെ അഡീഷണൽ സെഷൻസ് കോടതി ഇതിന് അനുമതി നൽകിയിരിക്കുന്നു. അതായത് ഈ SFIO നൽകിയിട്ടുള്ള കുറ്റപത്രത്തിന്റെ പകർപ്പ് ഇഡിക്ക് നൽകാം എന്നാണ് കോടതിയുടെ തീരുമാനം. അങ്ങനെ പകർപ്പ് ലഭിച്ചാൽ അത് പകർപ്പ് ലഭിച്ച് പഠിച്ചതിന് ശേഷമായിരിക്കും ഇഡി മറ്റ് നടപടികളിലേക്ക് പോവുക. ഏതായാലും SFIO അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും എക്സാലോജി കമ്പനി ഉടമയുമായ വീണ തൈക്കണ്ടിയിൽ, അതുപോലെ CMRL കമ്പനിയുടെ പ്രധാന ഉദ്യോഗസ്ഥർ എന്നിവരാണ് ഈ SFIOയുടെ അന്വേഷണത്തിൽ പ്രതിസ്ഥാനത്തുള്ളത്. CMRLന്റെ MD ശശിധരൻ കർത്ത, CMRLന്റെ ഫിനാൻസ് വിഭാഗം ചീഫ് ജനറൽ മാനേജർ P സുരേഷ് കുമാർ, അതുപോലെ ജോയിന്റ് MD ശരണേഷ് കർത്ത തുടങ്ങിയവരെയും പ്രതി ചേർത്തിരുന്നു. അതുപോലെ 2 കമ്പനികൾ, സഹ കമ്പനികളെയും പ്രതി ചേർത്താണ് SFIO ഇത്തരത്തിൽ കുറ്റപത്രം സമർപ്പിച്ചത്. വീണ തൈക്കണ്ടിയിൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കമ്പനി നിയമം അനുസരിച്ച് 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഒരു കുറ്റമാണ് ഇവർ ചുമത്തിയിരുന്നത്. ഈ കുറ്റപത്രത്തിന്റെ പകർപ്പ് ലഭിച്ചതിന് ശേഷം ഇത് പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഇഡി നടപടി സ്വീകരിക്കുക എന്നതായിരുന്നു ഇഡിയുടെ നിലപാട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയെ സമീപിച്ചത്. കോടതി ഏതായാലും ഈ കുറ്റപത്രം കൈമാറാൻ തയ്യാറായിരിക്കുന്നു. ഷബ്ന, ഈ SFIO കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങളിലേക്ക് വന്നാൽ അവിടെ കമ്പനീസ് ആക്ടിന്റെ 477 ചട്ടം ലംഘിച്ചുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതൊരു ക്രൈമായി തന്നെ കണക്കുകൂട്ടാം. ഇഡി നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇഡിയെ സംബന്ധിച്ച് ഒരു സ്റ്റേറ്റ് ഏജൻസിയോ കേന്ദ്ര ഏജൻസിയോ രജിസ്റ്റർ ചെയ്ത കേസിൽ ക്രൈം നടന്നിട്ടുണ്ട് എന്നും മണി ലോണ്ടറിംഗ് അതിലൂടെ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമായാൽ മാത്രമേ ഇഡിക്ക് കേസെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ കമ്പനീസ് ആക്ടിന്റെ ചട്ടം 447 ലംഘിച്ചുവെന്ന് SFIO കുറ്റപത്രത്തിൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇഡിക്ക് കേസെടുക്കാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുകയല്ലേ? അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളിലേക്ക് അന്വേഷണം കൊണ്ടുപോയി പ്രതി ചേർത്ത് ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ വിധേയമാക്കാനുള്ള ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നില്ലേ ഷബ്ന? ബിനിൽ സൂചിപ്പിച്ചതുപോലെ കമ്പനീസ് ആക്ടിലെ 447 വകുപ്പ് പ്രകാരമാണ് വീണയ്ക്ക് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് ഇത് 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. ഏതെങ്കിലും ഇല്ലാത്ത സേവനത്തിന് പണം കൈപ്പറ്റി എന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇനിയിപ്പോൾ ഇഡി പരിശോധിക്കുന്നത് ഈ പണം നൽകിയതോ അല്ലെങ്കിൽ കൈപ്പറ്റിയതോ ആയ ഈ പണം ഏതെങ്കിലും കള്ളപ്പണ ഇടപാടിന് കൈമാറിയിട്ടുണ്ടോ, കള്ളപ്പണ ഇടപാട് ഇതിൽ നടന്നിട്ടുണ്ടോ എന്നതാണ്. കാരണം ഇഡിയുടെ അധികാര പരിധി എന്നത് PMLA ആക്ട് പ്രകാരം നമുക്കറിയാം ഈ കള്ളപ്പണ കൈമാറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇഡി അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ കള്ളപ്പണം ഇടപാട് നടന്നോ എന്നുള്ള പരിശോധനയായിരിക്കും ഇഡി നടത്തുക. ഏതായാലും വീണ 2.7 കോടി രൂപ കൈപ്പറ്റി എന്നതാണ്, അല്ലെങ്കിൽ ഈ വീണയുടെ കമ്പനി കൈപ്പറ്റി എന്നതാണ് SFIO കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ രാഷ്ട്രീയ നേതാക്കൾക്ക് CMRL 182 കോടി രൂപ കോഴയായി നൽകി എന്നും പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഈ പണം ഏതെങ്കിലും കള്ളപ്പണ ഇടപാടിന്റെ പരിധിയിൽ വരുമോ എന്നതായിരിക്കും ഇഡിയുടെ പരിശോധന.